ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ ചെയർമാനും പറഞ്ഞു. അതിന്റെ അഹം കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നിമിഷം നിങ്ങൾ പറയാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളം പറ, ആ സെക്കൻഡ് ഞാൻ ഇറങ്ങി. ഫിറോസ് എന്ന് പറഞ്ഞ ആളാണോ പൊളിച്ചടിക്കിയത്, വേറൊന്നാണ് അയാളാ പച്ചക്കള്ളം പറഞ്ഞു. ഈ ഇവിടെ വീട് അവർ വെച്ച് തരുന്നു, ഫിറോസൊക്കെ വെച്ച് തരുന്നു. അപ്പം പിന്നെ ഇവിടെ വെള്ളമില്ലല്ലോ, കുഴൽക്കിണറാണ് കുത്തിയത്. കുഴൽക്കിണർ കുത്തിയിട്ട് മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് പണിയെല്ലാം ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ താമസിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മോട്ടർ കേടായി, ഇടിവെട്ടിയോ എങ്ങനെയോ ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിൽ ഒരു അഡ്രസ്സും ഇല്ല. ഈ മോട്ടറിന്റെ ഒരു അഡ്രസ്സും ഇല്ല ഞങ്ങളുടെ, ആരും ഞങ്ങളുടെ തന്നില്ല. അപ്പൊ 24കാരാണോ ഇത് മേടിച്ചതെന്ന് നമുക്കറിയത്തില്ല, ഇവരാണോ മേടിച്ചതെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ വിളിച്ച്, നമ്മുടെ ഉള്ളവരല്ലേ വിളിക്കുള്ളൂ. അപ്പൊ ഇവർക്കാകുമ്പോൾ അറിയാമല്ലോ, അതിനുവേണ്ടി ഞാൻ വിളിച്ചതാ. ഇതെങ്ങനെയാണ് ഈ മോട്ടർ ആരാണ് മേടിച്ചത്, നമ്പർ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്കൊന്ന് ബന്ധപ്പെടാൻ, മോട്ടർ കത്തിപ്പോയെന്ന്. അത് പറഞ്ഞാണ് ആക്ഷേപിക്കാനും മോട്ടർ പോയപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഇദ്ദേഹത്തോട് മോട്ടർ പോയപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് ഉണ്ടാക്കി തരാൻ വിളിച്ചത്. വേറൊന്നാണ് അയാളാ പച്ചക്കള്ളം പറഞ്ഞത്. അതാണ് പച്ചെന്നാണ്. അതൊക്കെ പറഞ്ഞല്ലേ? അല്ല, അതാ പച്ചെന്നാണ് അങ്ങനെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ വിളിച്ചു ചോദിച്ചത് ഒരു അഡ്രസ് ഇല്ലല്ലോ, ഇത് ആര് കൊണ്ടുവച്ച് തന്നില്ല, ഇതിനൊരു അഡ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും. പിന്നെയാണ് അവർ പറഞ്ഞത് മനോജ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഇവരുടെ എഞ്ചിനീയറിനോട് വിളിച്ച് പറഞ്ഞത് ഞങ്ങളല്ല 24കാരാണെന്ന്. അങ്ങനെ ഞാൻ പിന്നെ 24കാർ അയാൾ ആ ഡയറക്ടർ അന്നേരം ഇല്ല. എന്നിട്ട് പോലും അയാൾ എൻ്റെ നമ്പർ കണ്ടപ്പോൾ എടുത്ത് എന്നാന്ന് ചോദിച്ചതിൻ്റെ പോലെ പറഞ്ഞ പുള്ളിയാണ് ഓഫീസിൽ നമ്പർ തന്നു. അങ്ങനെ രണ്ടാമത് അവർ ബന്ധപ്പെട്ടതുകൊണ്ട് മോട്ടർ നന്നാക്കിയത്. അപ്പൊ അതും കണ്ട, മോട്ടർ നന്നാക്കിയത് നിങ്ങളുടെ അഡ്രസ്സ് തരാമോ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് മേടിച്ചതെന്ന് ചോദിച്ചതിനാണ് പറഞ്ഞത്. അവരോട് മോട്ടർ നന്നാക്കാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രില്ല് വയ്ക്കാതെ ഈ 1 വർഷമായിട്ട് നനഞ്ഞു കിടക്കുന്ന ആളോട് ഞാൻ മോട്ടർ വയ്ക്കാൻ പറയുമോ? ഒന്ന് ഈ ഓട് മൊത്തം ഇങ്ങനെ ഇരുന്ന് നനയുന്ന ഭാഗത്ത് പറഞ്ഞിട്ട് കേൾക്കാത്തവരോട് പറയുമോ? അതെല്ലാം പോട്ടെ, എല്ലാം കുട്ടപ്പന നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തായിട്ട് പോയിരിക്കുന്നത്. കംപ്ലീറ്റ് ഞങ്ങൾ ചെയ്തെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരാത്ത ഈ ആള്, ഈ കോൺട്രാക്ടർ അല്ലെങ്കിൽ ഈ വീടുണ്ടാക്കിയ മനുഷ്യൻ, അയാളോട് ഞാൻ എങ്ങനെ ചോദിക്കും മോട്ടർ നന്നാക്കി തരാൻ? ഇത് പിന്നെ ഓട് മാറിയിടാൻ ഞാൻ പറയുമോ? ഇതൊക്കെ ആദ്യം പറഞ്ഞ സംഭവമാണ്, ഒരാഴ്ചക്കകം പറഞ്ഞ സംഭവം അവരുടെ മെയിൻ പണിക്കാരോട് എഞ്ചിനീയറോട്. വീടിനകത്ത് തുണി ഇരിക്കുന്നെന്ന് പറഞ്ഞ് യൂട്യൂബേഴ്സും എല്ലാവരും അങ്ങ് ഭയങ്കര ബഹളം. സമ്മതിച്ചു. ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ ചെയർമാനും പറഞ്ഞു. അതിന്റെ അഹം കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റും. പുള്ളി നാളെ ഇതിന്റെ പുറം തേപ്പ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്ന പുള്ളി വന്ന് കാണാം. അകത്ത് ചെളിയിരുന്നു, അകത്ത് തുണി വെട്ടിക്കിടന്നു, അല്ലെങ്കിൽ അവിടെ വൃത്തിയില്ലായിരുന്നു. പുറം ഈ പൊളിഞ്ഞോണ്ട് പോകുന്നത് നമ്മൾ താമസിക്കുന്നത് ഈ വൃത്തിയില്ലാത്തതുകൊണ്ടാണ് പുറം തേപ്പ് സഹിതം പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന് കാണ്, എന്നിട്ട് ന്യായം പറയണം. എന്നിട്ട് വേണം അവിടെ ചെന്നിരുന്നോണ്ട് പറയാനായിട്ട്, അയ്യോ അവര് പറഞ്ഞതെല്ലാം കള്ളമാണ്, ഞാൻ അവിടെ ചെന്നായിരുന്നു, ഞാൻ ആദരം കൊണ്ട് പോയി, ഇവര് പറഞ്ഞതെല്ലാം കള്ളമാണ്. ഏതാ ബീമിന്റെ അടി ലീക്കായിട്ട് വരുന്നില്ല, ഇവിടെ ചാറ്റ അടിച്ചാൽ നനയില ഓട് നേരെ കിടക്കുന്നത്, പിന്നെ ഈ തേച്ച് വെച്ചിരിക്കുന്നതെല്ലാം നല്ല ഡീസൻ്റായിട്ട് ഇരിക്കുന്നു, ഈ സാധനങ്ങളൊന്നും പോയില്ല, ഇപ്പം 2.5 ഇഞ്ചിൻ്റെ ആണി പിടിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു, ഞങ്ങളുടെ തലയെ വീഴാതിരിക്കുന്നു. എനിക്കിതൊക്കെ പറയാനുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കാനേ ഞാൻ പറയത്തുള്ളൂ. എന്നെ ഞങ്ങളുടെ മകളെ ഇവളല്ല, അവന് 5.5 വയസ്സേ ഉള്ളൂ. എല്ലാവരെയും കുറ്റം പറയുന്നില്ല, അവനെ മറന്നു പോകുന്ന കുറെ ജനങ്ങളുണ്ട്. അവനും കൂടി ചേർത്താണ് ഈ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അവനും കിച്ചുവിന്റെയും കൂടെ ആണ് വീട്. അവർ രണ്ടുപേരെ സഹോദരങ്ങളാണ്. അവരൊരു രക്തമാണ്. അവനെന്ന് പറഞ്ഞ എന്നെ ജീവനാന്നറിയോ വിളിക്കുമ്പോഴോ. കിച്ചുവിനും ഋതുവിനും ഭയങ്കര സ്നേഹമാണ് അവർക്ക് രണ്ടുപേർക്ക്. പക്ഷെ പല മലയാളികളും ഋതുവിനെ മറന്നു പോകുന്നു. എല്ലാരും ഒന്നല്ല, ഈ യൂട്യൂബേഴ്സ് കുറെ പേരും അത് നിന്നോടുള്ള വിരോധം കൊണ്ട് അവനെ മറക്കും. മക്കളാണ് രണ്ടുപേരും. ഈ കിച്ചുവിനെ പോലെ തന്നെ അവകാശമുള്ളതാണ് ഋതുവിനെ പോലെ തന്നെ അവകാശമുള്ളതാണ് കിച്ചുവിനും. അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് കുഞ്ഞിനെ മറന്നു പോകുന്നു പല ആൾക്കാരും. അവസാനമായിട്ട് ഒരു 100 റിയാക്ഷൻ വീഡിയോ ഇറങ്ങുമ്പോ ഒന്നും റിയാക്ഷൻ ഇട്ടോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കാണുന്ന ഓർത്തിടണ്ട, ഞാനും കാണത്തില്ല. ഇടുന്നവരോടും നമുക്ക് സന്തോഷമുള്ളൂ. നിങ്ങളും വന്ന് ഇത് കാണണം, ഇത് കണ്ടിട്ടിട്ടോ. ഇത് കണ്ടിട്ട് ഫിറോസ് എന്ന് പറഞ്ഞ ആളാണോ പൊളിച്ചടിക്കിയത്, അല്ലെങ്കിൽ രേണുസുതിയാണോ ഈ വീടിന്റെ നാമത്തിലും ചോരുന്നെന്ന് പറഞ്ഞതിൽ ഇതിൻ്റെയൊക്കെ ആക്ഷേപം ഇപ്പൊ പറഞ്ഞതിലേക്കല്ല കള്ളമാണെന്ന് കള്ളിയാണെന്നുള്ളത്
നേരാ, അത് നിങ്ങൾക്ക് വിശ്വസിക്കുകയെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടിട്ട് അവളെ കള്ളിയാക്കുക. ഇല്ലെങ്കിൽ ഞാനിപ്പം പറഞ്ഞത് ഫിറോസിന് എതിരായിട്ടാണ് നിങ്ങൾ തോന്നണ്ട. രേണുസുധിയുടെ അച്ഛൻ കള്ളം പറഞ്ഞാണ് നിങ്ങൾ വന്നു. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്തു തരാം. നിങ്ങൾ പറയുന്നത് എന്തും ഇവിടെ നിന്ന് ഈ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നിമിഷം നിങ്ങൾ പറയാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളം പറയാം, ആ സെക്കൻഡ് ഞാൻ ഇറങ്ങി. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ അത് വേറെ പോകുന്നത് കാര്യം. കാരണം ഇത് കേട്ട് കേട്ട് മടുത്തു. ഒരു വാടക വീടെടുത്ത് അല്ലല്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഈ കുഞ്ഞിന് നിനക്കത് പറയാം, ഈ കുഞ്ഞിന്റെ കാര്യം കൂടെ വന്ന് ഉത്തരവാദിത്വമാക്കണം. ചുമ്മാ പോകാൻ പറ്റത്തില്ല. 5.5 വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യം ഉത്തരവാദിത്വമാക്കണം.